പ്രതി ദേവദാസിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നത് അതിക്രൂരമായ മാനസിക പീഡനമെന്ന് മുക്കം പീഡന ശ്രമ കേസിലെ അതിജീവത. ദേവദാസ് നിരന്തരം ഫോൺ ചെയ്തും മെസ്സേജ് അയച്ചും ശല്യം ചെയ്തിരുന്നു. ശല്യത്തെ തുടർന്ന് പലതവണ ജോലി ഉപേക്ഷിച്ചു പോയിരുന്നു. താൻ അനുഭവിക്കുന്ന മാനസിക ശാരീരിക വേദന ദേവദാസ് തിരിച്ചറിയണമെന്നും കേസുമായി മുന്നോട്ടു പോകുമെന്നും അതിജീവത പറഞ്ഞു. എൻ്റെ റൂമിൻ്റെ ലോക്കാരോ തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പോൾ ഒരു 3 നിഴൽ ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആദ്യം തന്നെ ഇയാളെ വന്ന ദേവദാസ് എന്ന് പറഞ്ഞ അയാളുടെ കയ്യിലൊരു മാസ്ക് ടാപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അലറി കരയാൻ തുടങ്ങി. അടുത്ത് വീടൊക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് നോക്കി ഉറക്കെ കരഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഗെയിം കളിക്കുമ്പോൾ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് ഇട്ടായിരുന്നു കളിക്കുന്നത്. അയാളത് കൈ തട്ടിയപ്പോൾ ക്യാമറ ഓണായിട്ട് അയാളുടെ ഫേസൊക്കെ കയ്യിൽ വന്നു. ഫേസ് വന്ന ആളെൻ്റെ ഫോണ് പിടിച്ചേറ്റിട്ട് അയാളുടെ പോക്കറ്റിലിട്ടു. എൻ്റെ നേരം വന്ന് എന്നെ വലിച്ചടുപ്പിക്കാൻ നോക്കി അയാളുടെ അടുത്തേക്ക്. അയാൾ മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഞാൻ വീട്ടിലേക്ക് പോകും, എനിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ എന്നെ തിരിച്ച് മെസ്സേജ് അയച്ച് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, നീ എൻ്റെ മോളെ പോലെയാന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ഒരു വട്ടം അയാൾ വീട്ടിൽ വന്നിട്ട് എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. ഞാൻ അനുഭവിക്കുന്ന വേദനയല്ല അയാൾ അറിയണം.